ചോദ്യം വായിക്കുക. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര 20 ക്യൂബ് കാണുക. നമുക്കിതിനൊരു ഇക്വേഷൻ ഉള്ളതായിട്ട് അറിയാം അല്ലേ? എങ്ങനെയാണ്? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര n ക്യൂബ് വരെ വന്നാൽ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ അവസാനം വന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അതാണ് n ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ n-ന് വരും 20 എന്ന് കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ n-ന് വരും 20 എന്ന് കൊടുത്തു നോക്കിയാൽ എത്ര? 20 പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇപ്പം എത്രയായി? 20 ഇൻറ്റു 21 ബൈ 2 ദ ഹോൾ സ്ക്വയർ. 2ഉം 20 കൂടെ വെട്ടാം 10. 10 ഇൻറ്റു 21 210ൻ്റെ സ്ക്വയറാണ്. അത് എളുപ്പമാണ്. 210ൻ്റെ സ്ക്വയറും 21ൻ്റെ സ്ക്വയർ എത്ര? 441. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 1 പൂജ്യം. അപ്പം സ്ക്വയർ ആകുമ്പോൾ എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം? 2 പൂജ്യം. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ആദ്യം ചോദ്യം വായിക്കുക. 3, 7, 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 8, 12, 16 എന്ന ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക? നമുക്ക് ഈ രണ്ട് ശ്രേണീനെ ഒന്ന് പരിഗണിക്കാം. ആദ്യത്തെ ശ്രേണി ആരാണ്? 3, 7, 11 എക്സെട്ര. അങ്ങനെയുള്ള ശ്രേണിയുടെ എത്ര പദങ്ങളാണ്? 20 പദങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ശ്രേണി എങ്ങനെയാണ്? 8, 12, 16 എക്സെട്ര. ഇതും എത്ര പദങ്ങൾ തന്നെയാണ്? 20 പദങ്ങൾ. ആദ്യത്തെ ശ്രേണി നോക്കിയാൽ എത്രയാണ്? 3, 7 വ്യത്യാസം 4, 11 അല്ലേ? 7 വ്യത്യാസം, അങ്ങനെ 4 കൂടി പോകുന്ന ശ്രേണിയാണ്. എന്ന് വെച്ചാൽ പൊതു വ്യത്യാസം 4 ആണ്. രണ്ടാമത്തേലും ഇത് എത്ര തന്നെയാണ്? 4 തന്നെയാണ്. അപ്പോൾ ആദ്യത്തേലെ പൊതുവ്യത്യാസം നമുക്ക് 4 ആണ്. രണ്ടാമത്തേലും പൊതുവ്യത്യാസം എത്ര തന്നെയാണ്? 4 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം ഒരുപോലെയാണ്. ഇനി ആദ്യത്തെ ശ്രേണിയിലും 20 പദങ്ങൾ തുകയാണ്. രണ്ടാമത്തിൽ എത്ര തന്നെയാണ്? 20 പദങ്ങൾ. അങ്ങനെ പൊതുവ്യത്യാസം തുല്യമായതും പദങ്ങളുടെ എണ്ണം എത്ര പദങ്ങളുടെ തുകയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് രണ്ടും തുല്യമായിട്ട് വന്നാൽ നമുക്കൊരു ചെറിയ വൺ വേർഡ് ഉണ്ട്. അതിങ്ങനെയാണ്: ഈ ആദ്യ പദങ്ങളുടെ വ്യത്യാസം എടുക്കുക. ഏതൊക്കെയാണ്? 8 - 3. ഇനി എത്ര പദങ്ങളുടെ തുകയാണ് രണ്ടിലും പറഞ്ഞിരിക്കുന്നത്? 20. ആ 20 കൂടെ ഒന്ന് കാണിച്ചേക്കുക. 8 - 3 5 ആണ്. 5 ഇൻറ്റു 20 ആണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 100 എന്ന് കിട്ടി. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 3:1 എന്ന അംശബന്ധത്തിലാണ്. പരപ്പളവ് 243 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചുറ്റളവ് എത്ര? നമുക്കാദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതിയിടാം. നീളവും വീതിയും 3:1 എന്ന അംശബന്ധത്തിലാണ്. എന്ന് വെച്ചാൽ L/B എന്ന് വെച്ചാൽ 3:1. പരപ്പളവ് അഥവാ വിസ്തീർണം, ഏരിയ എന്ന് പറയുന്ന ആൾ എത്രയാണ്? 243 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇങ്ങനെ അംശബന്ധം തന്ന ശേഷം പരപ്പളവ്, ചുറ്റളവ്, വ്യാപ്തം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തന്നാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ആ തന്നിരിക്കുന്ന അളവാണ്. 243 ഇവിടുത്തെ പരപ്പളവ്. അപ്പോൾ ആ പരപ്പളവ് ആദ്യം എഴുതിയിട്ട് 243 ഒരു ഡിവൈഡ് ബൈ കൊടുക്കുക. തന്നിരിക്കുന്ന പരപ്പളവായതിനാൽ അംശബന്ധം ഉപയോഗിച്ചും പരപ്പളവ് കണ്ടുപിടിക്കണം. അംശബന്ധത്തിൽ നമുക്ക് പറയാം എന്താണ്? 3ഉം 1ഉമാണ് നമ്മുടെ എല്ലും ബിയും. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താണ്? L ഇൻറ്റു ബി എന്നാണ്. അപ്പോൾ ഇവിടെ L എന്നുള്ളത് ഇവിടെ അംശബന്ധത്തിൽ 3 എന്നാണ്, ബി എന്നുള്ളത് 1 എന്നാണ്. അപ്പോൾ എത്ര കിട്ടി? 3. ആ 3 വേണം ഡിനോമിനേറ്ററിൽ നമ്മൾ കാണിക്കാൻ. അപ്പോൾ ഇവിടെ വിസ്തീർണം തന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ അംശബന്ധം ഉപയോഗിച്ച് വിസ്തീർണം കണ്ടുപിടിച്ച് ഡിനോമിനേറ്ററിൽ കാണിച്ചത്. ഇപ്പോൾ ചോദ്യത്തിൽ വോളിയമാണ് പറയുന്നതെങ്കിൽ അംശബന്ധം ഉപയോഗിച്ച് വോളിയം കണ്ടുപിടിച്ച് നമ്മൾ ഡിനോമിനേറ്ററിൽ കാണിക്കണം.
എന്താണോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ വസ്തുത അംശബന്ധം ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് വേണം ഡിനോമിനേറ്ററിൽ പ്രസൻറ്റ് ചെയ്യാൻ. ഇതിനുശേഷം നമുക്ക് വെട്ടിക്കളയാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 8 പ്രാവശ്യം. 3 എത്ര? 1 പ്രാവശ്യം. നമുക്കിപ്പോൾ 81 കിട്ടി. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കിയാൽ നമ്മുടെ അവിടെ ഒരു യൂണിറ്റ് കിടപ്പുണ്ട്. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്. സ്ക്വയർ എന്നാണ് ഫംഗ്ഷനെങ്കിൽ സ്ക്വയർ റൂട്ട് കാണിക്കുക. ക്യൂബ് എന്നാണെങ്കിൽ ക്യൂബ് റൂട്ട് കാണിക്കുക. സെൻറ്റിമീറ്റർ എന്നാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മൾ 81ൻ്റെ റൂട്ട് എടുത്തു, 9 എന്ന് കിട്ടി. ഇനി എന്താണ്? നമുക്ക് എൽ കണ്ടുപിടിക്കണം. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ എന്ന് വെച്ചാൽ അംശബന്ധത്തിൽ 3 എന്നാണ് സ്ഥാനം കിടക്കുന്നത്. അപ്പം ആ 3 കൊണ്ട് നമുക്ക് കിട്ടിയ സംഖ്യയെ ഗുണിക്കണം. 3 × 9 എത്രയാണ്? 27. ബി എന്ന് വെച്ചാൽ എങ്ങനെയാണ്? അംശബന്ധത്തിൽ അയാളുടെ സ്ഥാനം 1 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ 1 × 9 എന്നാണ്. അപ്പോൾ എത്ര? 9. അപ്പോൾ ഈ 9 കൊണ്ട് നമുക്ക് കിട്ടിയ ഈ 9 കൊണ്ട് അംശബന്ധത്തിലെ 2 സംഖ്യയിലെ 3 എന്ന് പറയുന്ന ആളെയും 1 എന്ന് പറയുന്ന ആളെയും ഗുണിക്കണം. 9 × 3 27, 9 × 1 9. നീളവും കിട്ടി, വീതിയും കിട്ടി. ഇനി കണ്ടുപിടിക്കണം എന്താണ്? ചുറ്റളവ് എത്ര എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × L + B എന്നാണ്. എന്ന് വെച്ചാൽ 2 × 27 + 9. 27ഉം 9ഉം 36ആണ്. അപ്പോൾ 2 × 36 നമ്മുടെ ആൻസർ 72. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് എഴുതുകയാണ്. 2500 രൂപ വിലയുള്ള, അപ്പോൾ 2500 രൂപയാണ് ഇപ്പോഴത്തെ വില. ആ വിലയുള്ള വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ചു. എന്ന് വെച്ചാൽ അതിൻ്റെ എത്ര ശതമാനം? 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 90% എന്നർത്ഥം. അങ്ങനെ 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് ഞാൻ വിറ്റപ്പോൾ എനിക്ക് 20% ലാഭം കിട്ടി. എന്ന് വെച്ചാൽ എൻ്റെ വാങ്ങിയ വിലയേക്കാൾ 20% കൂടുതൽ കിട്ടി. എന്ന് വെച്ചാൽ വാങ്ങിയ വില × 120/100 എന്നാണ് അർത്ഥം. അപ്പോൾ 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 90/100. 10% കുറച്ച് നൽകിയതാണ് 90/100. അങ്ങനെ വിറ്റപ്പോൾ എൻ്റെ CP അഥവാ വാങ്ങിയ വിലയേക്കാൾ 20% കൂടുതൽ കിട്ടി. 20% കൂടുതൽ കിട്ടിയതാണ് 120/100 എന്ന് കാണിച്ചിരിക്കുന്നത്. എങ്കിൽ വാങ്ങിയ വില എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CP നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഉള്ളതായ ഇയാൾ അങ്ങനെ തന്നെ കാണിക്കുക. 2500 × 90/100 കാണിക്കുക. ഇവിടെയുള്ള ആൾ ഈ 120/100 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തിരിഞ്ഞു വരും അല്ലേ? 100/120 എന്ന് വരും. അപ്പോൾ 100 ആദ്യം വെട്ടിപ്പോയി, 0 വെട്ടിപ്പോയി, 9 12 3ൻ്റെ പട്ടികയിൽ 3 തവണ 4 തവണ 4ഉം 25 കൂടെ വെട്ടാം. 2500 കൂടെ വെട്ടാം. 25ൽ 6 4 24, ശിഷ്ടം 1, 10ൽ 2 തവണ, ശിഷ്ടം 2, 20ൽ 5 തവണ. അപ്പോൾ നമുക്ക് 625 പിന്നെ ഒരു 3 കിട്ടി. 2 കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടാം? 1875 രൂപ എന്ന് കിട്ടാം. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ആദ്യത്തെ 11 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എത്ര? ഇവിടെ നമ്മൾ പഠിക്കേണ്ടതായ 2 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ എന്താണ്? ആദ്യത്തെ 11 എന്ന് വെച്ചാൽ 1 സ്ക്വയർ 2 സ്ക്വയർ എക്സെട്ര. ആദ്യത്തെ എക്സെട്ര n സ്ക്വയർ, ഞാൻ ജനറൽ ഇക്വേഷൻ പറയുകയാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? n × n + 1 × 2n + 1/6 എന്നാണ്. അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്നാണ് ചോദ്യമെങ്കിൽ n × n + 1 ന് 2n + 1/6.
നമുക്കതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു n മാത്രം വിട്ടുകളഞ്ഞാൽ മതി. അപ്പോൾ എത്ര? n+1 2n+1/6. ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക n × n+1 × 2n+1/6. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി n+1 × 2n+1/6. ഇനി നമുക്ക് വില കൊടുത്താൽ മാത്രം മതി. എന്താണ്? എത്ര എണ്ണൽ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 11. അപ്പോൾ n-ന് പകരം എത്ര കൊടുക്കണം? 11 കൊടുത്താൽ മതി. ഇക്വേഷനകത്ത് n-ന് പകരം എത്ര കൊടുത്താൽ മതി? 11 കൊടുത്താൽ മതി. കൊടുത്താൽ എങ്ങനെയായിരിക്കാം? 11 + 1 പിന്നെ എങ്ങനെ? 2 × 11 + 1/6 അല്ലേ? 11 1 എത്ര? 12. ഇനി 2 × 11 + എങ്ങനെ? 2 × 11 22. ഒരു 100 കൂട്ടുമ്പോൾ 23/6. ഈ 6ഉം 12 കൂടെ 2 തവണ വെട്ടിപ്പോവും. പിന്നെ ഉള്ളത് 23 × 2 ആണ്. അത് എത്രയാണ്? 46. നമ്മുടെ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 60 സെൻറ്റിമീറ്റർ ആയാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ത്രികോണത്തിൻ്റെ വശമാകാൻ സാധ്യത ഇല്ലാത്തത് ഏത്? നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ചുറ്റളവ് തന്നിട്ട് നമ്മളടുത്ത് പറയും വശമാകുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അറിയേണ്ട കാര്യം, ആദ്യം ആ ചുറ്റളവ് നമുക്ക് ഇങ്ങോട്ട് എടുക്കുക. ചുറ്റളവ് എത്രയാണ്? 60 ആണ്. ഈ 60 എത്രയാണ് ചുറ്റളവ്? അതിൻ്റെ പകുതി പറയുക. 60/2 എത്രയാണ്? 30. അപ്പോൾ ആ 30 നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. 30 മുകളിലും നമുക്ക് പറ്റില്ല. 30 പറ്റില്ല. 30 ചെറുതായ സംഖ്യകൾ ആരാണോ അതെല്ലാം വശമായി പരിഗണിക്കാം. അപ്പോൾ 30 എടുക്കാൻ പറ്റില്ല. 30 ചെറുതായിട്ടുള്ള എല്ലാ ആളുകളെയും പരിഗണിക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ 28 എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം. 30 ചെറുതാണ്. 29 നമുക്ക് എടുക്കാം. 1 എടുക്കാം. 30 ചെറുതാണ്. 30 എടുക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു 30 എടുക്കാൻ പറ്റില്ല. 30 കൂടുതലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ്. ആൻസർ സി ആണ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഒരു നിയമം എന്താണ്? ഏതൊരു ത്രികോണത്തിൻ്റെയും ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായി വരുന്ന സംഖ്യകളെ മാത്രമേ വശങ്ങളായി പരിഗണിക്കാവൂ എന്ന നിയമം ഒന്ന് പഠിച്ചേക്കണം. ചോദ്യം വായിക്കുക. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത എത്ര? ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് 3 മണിക്കൂർ അല്ലേ യാത്ര ചെയ്തു. ആ 3 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ആ കാറിൻ്റെ വേഗത എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 40 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ എത്ര ദൂരം സഞ്ചരിച്ചു? 3 × 40 120 കിലോമീറ്റർ ദൂരം ഞാൻ ആ യാത്രയിൽ സഞ്ചരിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറിൽ 40 വെച്ച്. അപ്പോൾ 1 മണിക്കൂറിൽ 40, 2 മണിക്കൂറാകുമ്പോൾ 80, 3 മണിക്കൂറാകുമ്പോൾ 120. അങ്ങനെ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ആ 3 × 40 എന്ന് വെച്ചാൽ വേഗത × സമയം, അതാണ് ദൂരം. അതുപോലെ രണ്ടാമത്തെ കേസ് എന്താണ്? അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു 5 മണിക്കൂർ കൊണ്ട് അല്ലേ, ശേഷിക്കുന്ന 5 മണിക്കൂർ കൊണ്ട് ഞാൻ അല്ലേ എത്ര വേഗത്തിൽ? 48 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സഞ്ചരിച്ച ദൂരം 5 × 48 240 കിലോമീറ്റർ ദൂരം. അത്രയും കിലോമീറ്റർ ദൂരമാണ് ഞാൻ സഞ്ചരിച്ചത്. ഇനി നോക്കിയാൽ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ 3 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ ദൂരം ഞാൻ സഞ്ചരിച്ചു. രണ്ടാമത്തത് 5 മണിക്കൂർ കൊണ്ട് 240 കിലോമീറ്റർ ദൂരം ഞാൻ സഞ്ചരിച്ചു. അപ്പോൾ നോക്കിയാൽ എനിക്കറിയാം ആകെ 5 + 3 എത്ര മണിക്കൂർ? 8 മണിക്കൂർ കൊണ്ടാണ് ഞാൻ സഞ്ചരിച്ചത്. എത്ര ദൂരം? 120, 240, 360 കിലോമീറ്റർ ദൂരം ഞാൻ യാത്ര ചെയ്തു.
അപ്പോൾ ഇതിൻ്റെ ശരാശരി വേഗത എങ്ങനെ പറയണം? ആവറേജ് സ്പീഡ് എങ്ങനെയായിരിക്കും? ശരാശരി വേഗത എങ്ങനെ പറയും? 360 ഡിവൈഡഡ് ബൈ 8. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 36 എത്ര ദിവസമുണ്ട്? 4 തവണ. 4 32. മിച്ചം ഒരു 4 40 5. അപ്പോൾ എത്ര? 45 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ആൻസർ ബി ആണ്. ഈ ചോദ്യം നമുക്ക് വളരെ പെട്ടെന്നും ചെയ്യാൻ പറ്റുന്നതാണ്. അതിങ്ങനെയാണ്: ആദ്യത്തെ 3 മണിക്കൂർ 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചു എന്ന് വെച്ചാൽ 3 × 40 അത്രയും കിലോമീറ്റർ ആണ് ആ യാത്രയിൽ സഞ്ചരിച്ച ദൂരം. അതുപോലെ രണ്ടാമത്തത് 5 മണിക്കൂർ 48 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചു. അപ്പോൾ അവിടെ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കാം? 5 × 48. അപ്പോൾ ആദ്യം സഞ്ചരിച്ച ദൂരമാണ് 3 × 40, രണ്ടാമത് സഞ്ചരിച്ചതാണ് 5 × 48. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരമാണെങ്കിലോ രണ്ടും കൂടെ പ്ലസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ ആകെ എത്ര സമയമെടുത്തു? ആദ്യം 3 മണിക്കൂർ, പിന്നെ എത്ര മണിക്കൂർ? 5 മണിക്കൂർ. അങ്ങനെ മുകളിൽ 120, പിന്നെ 240 ഡിവൈഡ് ബൈ 8. അപ്പം 360/8 നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈക്വൽ ടു 45 കിലോമീറ്റർ പെർ മണിക്കൂർ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചോദ്യം വായിക്കുക. 1 മീറ്റർ ആഴമുള്ള ക്യൂബാകൃതിയിലുള്ള പാത്രത്തിൻ്റെ ഉള്ളളവ് എത്ര ലിറ്റർ? അപ്പോൾ ആദ്യം ഈ ഫിഗർ ക്യൂബ് ആകൃതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാത്രമായിട്ടാണ് പറയുന്നത്. ഉണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന ക്യൂബ് ആകൃതിയിലെ പാത്രം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇയാളുടെ ഒരു വശത്തിന് എ എന്നെടുത്താൽ എല്ലാ വശങ്ങളും എ ആയിരിക്കും. അപ്പം അതാണ് ആദ്യം അറിയേണ്ടത്. ഇനി രണ്ടാമത് ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഉള്ളളവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഉള്ളളവെന്ന് വെച്ചാൽ വ്യാപ്തം എന്നാണ്. എ എന്ന വശമുള്ള ഒരാളുടെ വ്യാപ്തമാണ് എ ക്യൂബ്. എ വശമുള്ള ക്യൂബിൻ്റെ വ്യാപ്തം, ഉള്ളളവിൻ്റെ ഇക്വേഷൻ എന്താണ്? എ ക്യൂബ്. ഇവിടെ എ എന്നുള്ളത് എത്രയാണ്? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 1 മീറ്റർ. 1 മീറ്റർ ആണിത്. അപ്പോൾ വ്യാപ്തം എത്രയായിരിക്കും? ആ 1ൻ്റെ ക്യൂബ് അല്ലേ? അപ്പോൾ എത്ര? 1ൻ്റെ ക്യൂബ് എത്ര? 1 തന്നെ. മീറ്ററിൻ്റെ ക്യൂബ് പറയുമ്പോൾ മീറ്റർ ക്യൂബ് 1 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്ന മുഴുവൻ കണ്ടോ? ലിറ്റർ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കണം. എന്ത് ചെയ്യണം? മീറ്റർ ക്യൂബ് തന്നാൽ മീറ്റർ ക്യൂബിനെ നമുക്ക് 1000 കൊണ്ട്, എത്ര പൂജ്യം വേണമെന്ന് ഈ പവർ നോക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ. 1000 കൊണ്ട് ഗുണിച്ചാൽ അയാൾ എന്താക്കി മാറ്റാം? ലിറ്റർ ആക്കി മാറ്റാം. അപ്പം 1 മീറ്റർ ക്യൂബ് എന്നുള്ളത് എങ്ങനെയായിരിക്കും? 1 × മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടി? 1000 ലിറ്റർ. നമ്മുടെ ആൻസർ എത്രയാണ്? നമ്മുടെ ആൻസർ ഡി ആണ്. നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 3/123 വിപുലീകരണത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? ആദ്യം ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് 3/123 എന്ന് വെച്ചാൽ എന്താണ്? 3 × 3 × 3. അങ്ങനെ എത്ര തവണ ഇൻറ്റു ചെയ്യണം? 123 തവണ ഇൻറ്റു ചെയ്യണം. അങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ സംഖ്യ ഉത്തരമായി കിട്ടാം. ആ ഉത്തരമായി കിട്ടുന്ന സംഖ്യയുടെ അവസാനം ലാസ്റ്റത്തെ അക്കം എന്ത്? 3 × 3 × 3 അങ്ങനെ 123 തവണ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണോ അതിൻ്റെ അവസാനത്തെ അക്കം ഏത്? ഇതാണ് ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഇങ്ങനെ 3 × 3 × 3 123 തവണ ഗുണിക്കാനും നമുക്ക് പറ്റില്ല. ഇതൊരു മെൻ്റൽ എബിലിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ചോദ്യം എഴുതിയിടുകയാണ്. 3/123. ഇതിൻ്റെ ബേസ് എലമെൻ്റായ 3നെ നമ്മൾ കാണിക്കുക ആദ്യം. എന്നിട്ട് ഈ പവർ 123 എക്സ്പോണൻ്റായിട്ട് കൃത്യമായി തന്നിരിക്കുന്ന 123നെ സൈഡിലോട്ട് കാണിക്കുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 തവണ അഥവാ 30 തവണ എന്ന് പറഞ്ഞാൽ എളുപ്പമായി.
120 ശിഷ്ടം 3. ആ ശിഷ്ടമായി കിട്ടിയ 3 പവറായിട്ട് കാണിക്കുക. 3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനമൊക്കെ 7 അല്ലേ? 7 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്താണ്? 3/123 നമ്മൾ വിപുലീകരിക്കുമ്പോൾ അവസാനമൊക്കെ നമുക്ക് എത്രയായിരിക്കും? നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ അവസാനമൊക്കെ എത്രയായിരിക്കും? 7 എന്നായിരിക്കും. ഉത്തരം സി ആണ് നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് 7. ചോദ്യം വായിക്കുക. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര 20 ക്യൂബ് കാണുക. നമുക്കിതിനൊരു ഇക്വേഷൻ ഉള്ളതായിട്ട് അറിയാം അല്ലേ? എങ്ങനെയാണ്? 1ൻ്റെ ക്യൂബ് പ്ലസ് 2ൻ്റെ ക്യൂബ് 3ൻ്റെ ക്യൂബ് പ്ലസ് എക്സെട്ര n ക്യൂബ് വരെ വന്നാൽ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ അവസാനം വന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അതാണ് n ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ n-ന് വരും 20 എന്ന് കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ n-ന് വരും 20 എന്ന് കൊടുത്തു നോക്കിയപ്പോൾ എത്ര? 20 പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ എത്രയായി? 20 ഇൻറ്റു 21 ബൈ 2 ദ ഹോൾ സ്ക്വയർ. 2ഉം 20 കൂടെ വെട്ടാം 10. 10 ഇൻറ്റു 21 210ൻ്റെ സ്ക്വയറാണ്. അത് എളുപ്പമാണ്. 210ൻ്റെ സ്ക്വയറും 21ൻ്റെ സ്ക്വയർ എത്ര? 441. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 1 പൂജ്യം. അപ്പം സ്ക്വയർ ആകുമ്പോൾ എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം? 2 പൂജ്യം. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ.